ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്കറിയാം ഈ ടോപ്പിക്ക് വരുന്നത് 11th ക്ലാസ്സിലെ ഫോട്ടോസിന്തസിസ് ആൻഡ് ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എപ്പോഴും നിങ്ങൾക്ക് ബോർഡ് എക്സാംസിനായാലും നീറ്റ് എക്സാംസിനായാലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. പക്ഷേ പലപ്പോഴും ബിഗിനേഴ്സിന് ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ, സോ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. രണ്ട് ടോപ്പിക്കാണ്, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. നമുക്ക് ആദ്യം നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എടുക്കാം. ഓക്കെ, ഞാനിവിടെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എഴുതുകയാണ്. ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ വരുമ്പോൾ നമ്മളിവിടെ രണ്ട് ഫോട്ടോ സിസ്റ്റംസ് എടുക്കും. അതായത് ഞാൻ ഫോട്ടോ സിസ്റ്റംസിനെ PS എന്ന് എഴുതുകയാണ്. ഓക്കെ, ഞാൻ PS എന്നാണ് ഫോട്ടോ സിസ്റ്റത്തിന് എഴുതുന്നത്. രണ്ട് ഫോട്ടോ സിസ്റ്റം നമുക്ക് കാണാൻ കഴിയും. ഒന്ന് PS2 ആണ്, അടുത്തത് ഏതായിരിക്കും? PS1 ആണ്. ഓക്കെ ആണോ? ഈ PS2വിനെ നമുക്ക് മറ്റൊരു പേരിട്ട് വിളിക്കാം, P680 എന്ന് വിളിക്കാം. എന്താ വിളിക്കാം? P680 എന്ന് വിളിക്കാം. എന്നാൽ PS1നെ നമുക്ക് P700 എന്ന് വിളിക്കാം. P700 എന്ന് വിളിക്കാം. ഇനി നമ്മളൊരു PS2 എടുക്കുകയാണെങ്കിൽ, PS എന്ന് ഉദ്ദേശിച്ചാൽ ഫോട്ടോ സിസ്റ്റം, ഇത് ഫോട്ടോ സിസ്റ്റം 2 ആണ്, ഇത് ഫോട്ടോ സിസ്റ്റം 1 ആണ്. നമ്മൾ ഏത് ഫോട്ടോ സിസ്റ്റം എടുക്കുകയാണെങ്കിലും നമുക്ക് ഒരു ക്ലോറോഫിൽ A കാണാൻ കഴിയും. ഒരു ക്ലോറോഫിൽ A കാണാൻ കഴിയും. ഇതിന് ചുറ്റും നമുക്ക് ആക്സസറി പിഗ്മെൻറ്റ്സ് കാണാൻ കഴിയും. ഒരു ഫോട്ടോ സിസ്റ്റത്തിൻ്റെ ടിപ്പിക്കൽ സ്ട്രക്ചറാണിത്. സോ നമ്മൾ PS1 വന്നാലും അവിടെ എന്ത് കാണാൻ കഴിയും? നമുക്ക് ഒരു ക്ലോറോഫിൽ A കാണാം. അതിന് ചുറ്റും എന്ത് കാണാം? നമുക്ക് ആക്സസറി പിഗ്മെൻറ്റ്സ് കാണാം. ഇവിടെ രണ്ട് ഫോട്ടോ സിസ്റ്റത്തിലും ക്ലോറോഫിൽ A ഉണ്ട്, ചുറ്റും എന്തുണ്ട്? ആക്സസറി പിഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളൊരു സംശയം ഉണ്ടാവും നിങ്ങൾക്ക്. അതായത് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ക്ലോറോഫിൽ Aയിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. സോ ഇവിടെ PS2ഉം PS1ഉം തമ്മിലുള്ള ബേസിക്കായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഫോട്ടോ സിസ്റ്റം 2വിലെ ക്ലോറോഫിൽ Aയുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 680 ആണ്, 680 ആണ്. എന്നാൽ നമ്മൾ ഫോട്ടോ സിസ്റ്റം 1 വരികയാണെങ്കിൽ ഇവിടെയുള്ള ക്ലോറോഫിൽ Aയുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 700. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താ വ്യത്യാസം? ഇവിടെ ക്ലോറോഫിൽ Aയുടെ വേവ് ലെങ്ത് എത്രയാണ്? 680 ആണ്. പക്ഷേ ഇവിടെ എത്രയാണ്? 700 ആണ്. മനസ്സിലായോ? ഇനി ഞാൻ കുറച്ച് സപ്പോസ് ഒരു ലൈറ്റ് വരികയാണെന്ന് വിചാരിച്ചോളൂ. ഒരു ലൈറ്റ്, അതായത് സൺലൈറ്റ് വരികയാണ്. ഓക്കെ, സൺലൈറ്റ് വന്നിട്ട് ഈ ഫോട്ടോ സിസ്റ്റത്തിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോ സിസ്റ്റത്തിൽ നിന്ന് ഒരു പെയർ ഓഫ് ഇലക്ട്രോണ് റിലീസ് ചെയ്യും. ഒരു പെയർ ഓഫ് ഇലക്ട്രോണ് റിലീസ് ചെയ്യും. ഓക്കെ ആണോ? ഈ പെയർ ഓഫ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ അഥവാ PEA എന്ന് പറയുന്ന കോംപ്ലക്സ് ആയിരിക്കും. സോ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. PEA എന്താണ്? PEA എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ്. ഓക്കെ, പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ്. സോ ഈ പ്രൈമറി പെയർ ഓഫ് ഇലക്ട്രോൺ ആർ അക്സെപ്റ്റ് ചെയ്യും? പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ആ വേർഡ് തന്നെ കിട്ടുമല്ലോ, അക്സെപ്റ്റർ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഈ പെയർ ഓഫ് ഇലക്ട്രോണ് ഈ ഫോട്ടോ സിസ്റ്റം 1 വരും. പക്ഷേ ഈ ഫോട്ടോ സിസ്റ്റം 1 എത്തുന്നതിന് മുമ്പായിട്ട് ഈ പെയർ ഓഫ് ഇലക്ട്രോൺസ് 3 കാരിയേഴ്സിലൂടെ കടന്നു പോകും. ഏതൊക്കെയാണ് ഈ 3 കാരിയേഴ്സ്? ഈ 3 കാരിയേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമുക്കിതിനെ ഇവിടെ 3 കാരിയേഴ്സ് വരുന്നുണ്ട്. ഈ 3 കാരിയേഴ്സിനെയും നിങ്ങളോട് പലപ്പോഴും സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പല എക്സാമിൽ, എസ്പെഷ്യലി നീറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഇത് നിങ്ങളുടെ ഐ തിങ്ക് നിങ്ങളുടെ NCERTയിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഈ ഇലക്ട്രോൺ കാരിയേഴ്സ്. ഓക്കെ, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോൺ കാരിയേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് PQ ആണ്, 2 CY ആണ്, 3 PC ആണ്. വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ് ആക്ച്വലി. PQ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്റ്റോക്വിനോൺ എന്ന് പറയുന്ന ഇലക്ട്രോൺ കാരിയർ ആണ്. CY എന്ന് പറയുന്നത് സൈറ്റോക്രോം എന്ന് പറയുന്ന ഇലക്ട്രോൺ കാരിയർ ആണ്. PC എന്ന് പറയുന്നത് പ്ലാസ്റ്റോസയാനിൻ എന്ന് പറയുന്ന ഇലക്ട്രോൺ കാരിയർ ആണ്. ഓക്കെ, ഞാൻ ഇവരെ 3 പേരെയും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് എഴുതി കാണിച്ചു തരാം. PQ എന്താണ്? പ്ലാസ്റ്റോക്വിനോൺ ആണ്. ഓക്കെ, പ്ലാസ്റ്റോക്വിനോൺ ആണ്. CY എന്താണ്?
സൈറ്റോക്രോം ആണ്. ഓക്കെ, ഇനി PC എന്താണ്? പ്ലാസ്റ്റോ സയാനിനാണ്. മനസ്സിലായോ? പ്ലാസ്റ്റോക്വിനോൺ, സൈറ്റോക്രോം കോംപ്ലക്സ്, പ്ലാസ്റ്റോ സയാനിൻ. ഓക്കെ, ഇതാണ് 3 ഇലക്ട്രോൺ കാരിയേഴ്സ്. സോ ഈ പെയർ ഓഫ് ഇലക്ട്രോണ് ഈ 3 പേരിലൂടെയും ഇങ്ങനെ കടന്നു പോകും. ഓക്കെ, ഇതിലൂടെ കടന്നു പോയിട്ട് ഫൈനലി എവിടെ എത്തും? ക്ലോറോഫിൽ A അഥവാ ഫോട്ടോസിസ്റ്റം 1-ലെത്തും. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓക്കെ, PS1-ലെത്തും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പെയർ ഓഫ് ഇലക്ട്രോൺ സൈറ്റോക്രോമിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഈ സമയത്ത് സൈറ്റോക്രോമിലൂടെ പെയർ ഓഫ് ഇലക്ട്രോൺ കടന്നു പോകുന്ന സമയം ഒരു ADP മോളിക്യൂള് ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ATP ഫോം ചെയ്തു. ഞാൻ എന്താ പറഞ്ഞത്? ADP അഥവാ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ATP ഫോം ചെയ്യും. ATP എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എനർജി കോമ്പൗണ്ട് ആണ്. എവിടെ വെച്ചിട്ടാണ് ഫോം ചെയ്തത്? സൈറ്റോക്രോമിലൂടെ പെയർ ഓഫ് ഇലക്ട്രോൺ കടന്നു പോകുന്ന സമയത്താണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? ATP ഫോം ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഫൈനലി പെയർ ഓഫ് ഇലക്ട്രോൺ എവിടെ എത്തി? ഇവിടെ എത്തി, ഫോട്ടോസിസ്റ്റം 1-ലെത്തി. ദെൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഫോട്ടോസിസ്റ്റം 1-ലും നമുക്ക് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, സോ ഇവിടുന്ന് എന്ത് ചെയ്യും? പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഈ പെയർ ഓഫ് ഇലക്ട്രോൺസിന് മറ്റൊരു പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഈ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്ന് പെയർ ഓഫ് ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നറിയോ? ഈ പെയർ ഓഫ് ഇലക്ട്രോണ് അടുത്ത ഒരു കാരിയറിലോട്ട് പോകും. ആ അടുത്ത കാരിയറിനെ വിളിക്കുന്ന പേരാണ് ഫെറിഡോക്സിൻ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? പെയർ ഓഫ് ഇലക്ട്രോൺ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ അക്സെപ്റ്റ് ചെയ്തു. ഈ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പെയർ ഓഫ് ഇലക്ട്രോൺ എങ്ങോട്ട് വന്നു? ഫെറിഡോക്സിൻ എന്ന് പറയുന്ന കാരിയറിലോട്ട് വന്നു. ഈ കാരിയറിൽ നിന്ന് പെയർ ഓഫ് ഇലക്ട്രോണ് മറ്റൊരു കോമ്പൗണ്ട് ആയിട്ടുള്ള NADPയിലോട്ട് പോകും. സോ ഇതെന്താണ്? പെയർ ഓഫ് ഇലക്ട്രോണ് ഫെറിഡോക്സിൽ നിന്ന് എങ്ങോട്ട് പോയി? NADPയിലോട്ട് പോയി. ഞാനിവിടെ FD എന്താണ്? FDയുടെ ഫുൾ ഫോം ഇവിടെ എഴുതാം. FD എന്ന് പറയുന്നത് എന്താണ്? ഫെറിഡോക്സിൻ ആണ്. എന്താണ്? ഫെറിഡോക്സിൻ ആണ്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോ ഇവിടെ നോക്കൂ, ഇലക്ട്രോൺ കാരിയേഴ്സ് ഏതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? 1 PQ ആണ്, 2 CY ആണ്, 3 PC ആണ്, 4 ഏതാണ്? ഫെറിഡോക്സിൻ ആണ് അഥവാ FD ആണ്. ഓക്കെ, സോ ഇവിടെ എന്ത് സംഭവിച്ചത്? സൺലൈറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ പെയർ ഓഫ് ഇലക്ട്രോൺ റിലീസ് ചെയ്തു. ഈ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഈ കാരിയേഴ്സിലൂടെ എല്ലാം ആദ്യം അക്സെപ്റ്ററിലെത്തി, പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു? ഈ കാരിയേഴ്സിലൂടെ ഫൈനലി എവിടെ എത്തി? ഇവിടെ NADPയുടെ അടുത്തെത്തി. അതായത് ഈ പെയർ ഓഫ് ഇലക്ട്രോൺ പുറത്തു പോയി. പക്ഷേ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പെയർ ഓഫ് ഇലക്ട്രോൺ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് എന്താണ് മാർഗം? അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യന്. അതിനുള്ള ഉത്തരമാണ് ഈ സമയത്ത് ഇലക്ട്രോൺസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് പെയർ ഓഫ് ഇലക്ട്രോണും ഒരു പെയർ ഓഫ് പ്രോട്ടോണും ദെൻ ഓക്സിജനുമായിട്ട് റിലീസ് ചെയ്യും. എന്തൊക്കെയാണ് ബൈ പ്രൊഡക്ട്സ്? പെയർ ഓഫ് ഇലക്ട്രോണ്, പെയർ ഓഫ് പ്രോട്ടോണ്, ഓക്സിജന്. ഈ നമ്മൾ ഈ പ്രോസസ്സിനെ വിളിക്കുക വാട്ടർ സ്പ്ലിറ്റിംഗ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോലൈസിസ് എന്ന് വിളിക്കാം. അതാണ് ഒന്നുകൂടി നല്ല വേർഡ്, ഫോട്ടോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്, ലൈസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ആണ്. അതായത് ലൈറ്റിൻ്റെ പ്രസൻസിലുള്ള സ്പ്ലിറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോട്ടോലൈസിസ് എന്ന് വിളിക്കുക. നിങ്ങൾ ഈ ഫോട്ടോലൈസിസ് അല്ലെങ്കിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ലൈറ്റ് റിയാക്ഷനിലാണ്. നമുക്കറിയാം നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് ലൈറ്റ് റിയാക്ഷൻ്റെ ഭാഗമാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഈ പെയർ ഓഫ് ഇലക്ട്രോൺ നമ്മൾ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യും. ദെൻ ഈ പ്രോസസ് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം, ഇവിടെ നിങ്ങൾ ഓക്സിജന് കണ്ടില്ലേ? ഇവിടെ ഓക്സിജൻ റിലീസ് ചെയ്തു. നമ്മൾ പറയാറുണ്ട് ഫോട്ടോസിന്തസിസിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്ത്? ഓക്സിജൻ എന്ന് പറയാറുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇവിടെ ഓക്സിജൻ റിലീസ് ചെയ്തു, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ പെയർ ഓഫ് പ്രോട്ടോൺ ഉണ്ടല്ലോ,
ഈ പെയർ ഓഫ് പ്രോട്ടോൺ ഇങ്ങോട്ട് വരും, ഇതിലൂടെ പോയി ഈ NADPയുടെ അടുത്തെത്തും. ഓൾറെഡി NADP എന്തിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്? പെയർ ഓഫ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ പെയർ ഓഫ് പ്രോട്ടോണും NADPയുടെ അടുത്തോട്ട് പോകും. അതുപോലെ മറ്റൊരു എൻസൈം ആയിട്ടുള്ള NADP റിഡക്ടേസ് എൻസൈം, ഞാനിവിടെ എഴുതാം, NADP റിഡക്ടേസ്, കാണുന്നുണ്ടല്ലോ, NADP റിഡക്ടേസ് എൻസൈം. ഈ NADP റിഡക്ടേസ് എൻസൈം, അതായത് 3 പേര്, ഒന്ന് NADPയുടെ ഒപ്പം പെയർ ഓഫ് ഇലക്ട്രോണ്, പെയർ ഓഫ് പ്രോട്ടോണ്, അതോടൊപ്പം NADP റിഡക്ടേസ് എൻസൈമും കൂടിയിട്ട് NADPയെ NADPH2 എന്നുള്ള ഒരു കോമ്പൗണ്ടാക്കി മാറ്റും. NADP പെയർ ഓഫ് ഇലക്ട്രോണിൻ്റെയും പെയർ ഓഫ് പ്രോട്ടോണിനുമായി കൂടിച്ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? NADPH2 ഫോം ചെയ്യും. ഈ പ്രോസസ്സ് ആക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈം അല്ലെങ്കിൽ ഈ പ്രോസസ്സ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? NADP റിഡക്ടേസ് എൻസൈം. മനസ്സിലായോ? ഓക്കെ, സോ ഇത്രയുമാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നമ്മൾ പറയുന്നത്. ഇനി ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ് കൂടിയും പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, നിർത്തുന്നില്ല, അടുത്ത് നമുക്ക് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനോട് പോകാം. ദെൻ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. ഒന്ന്, NADP റിഡക്ടേസ് എൻസൈം നമുക്ക് എവിടെ കാണാൻ കഴിയും? നമുക്ക് ഈ NADP റിഡക്ടേസ് എൻസൈം കാണാൻ കഴിയുക ഔട്ടർ മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡിലാണ്. അതായത് തൈലക്കോയിഡിൻ്റെ ഔട്ടർ മെംബ്രെയിനിലാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുക? NADP റിഡക്ടേസ് എൻസൈം കാണാൻ കഴിയുക. തൈലക്കോയിഡിൻ്റെ ഔട്ടർ മെംബ്രെയിനിലാണ് നമുക്ക് NADP റിഡക്ടേസ് എൻസൈം കാണാൻ കഴിയാം. ഓക്കെ, എന്നാൽ അതുപോലെ മറ്റൊന്നാണ് ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ്. ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഉണ്ടല്ലോ, ഞാൻ എവിടെ എഴുതും? ഞാനിവിടെ എഴുതാം, വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ്. ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് നമുക്ക് കാണാൻ കഴിയാം തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ ഇന്നർ മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡിലാണ്. ഇന്നർ മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡ്. ഓക്കെ, ഞാൻ ഉള്ള സ്പേസിൽ എഴുതുകയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, തൈലക്കോയിഡാണത്. ഓക്കെ, സോ NADP റിഡക്ടേസ് എൻസൈം കാണാൻ കഴിയുക ഔട്ടർ മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡിലാണ്. ദെൻ അടുത്തതായിട്ടുള്ള വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് നമുക്ക് കാണാൻ കഴിയുക ഇന്നർ മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡിലാണ്. സോ ഇത്രയുമാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയും. നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനെ കുറിച്ചാണ്. ഓക്കെ, അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ഫോട്ടോ സിസ്റ്റം എടുക്കാം. ഫോട്ടോ സിസ്റ്റം 1 ആണ്. അതായത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോട്ടോ സിസ്റ്റം 1 ആണ്. നമുക്ക് ഫോട്ടോ സിസ്റ്റം 1നെ നമുക്ക് മറ്റൊരു പേരിട്ട് വിളിക്കാമല്ലോ. നമ്മൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. PS1നെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം, ദാറ്റ് ഈസ് P700. ഓക്കെ, ഒരു ഫോട്ടോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഫോട്ടോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോറോഫിൽ A ഉണ്ടാകും. ഞാനിവിടെ കാണിക്കാം, ഒരു ക്ലോറോഫിൽ A ഉണ്ടാകും. ഈ ക്ലോറോഫിൽ Aക്ക് ചുറ്റുമായിട്ട് നമുക്ക് എന്ത് കാണാം? ആക്സസറി പിഗ്മെൻസിനെ കാണാം. ഓക്കെ, ക്ലോറോഫിൽ Aക്ക് ചുറ്റുമായിട്ട് നമുക്ക് ആക്സസറി പിഗ്മെൻസിനെ കാണാൻ കഴിയും. ദെൻ സപ്പോസ് ഒരു ലൈറ്റ് വരികയാണെങ്കിൽ, ഒരു സൺലൈറ്റ് വന്ന് ഈ ഫോട്ടോ സിസ്റ്റത്തിൽ വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് നടക്കും? ഈ ഫോട്ടോ സിസ്റ്റത്തിൽ നിന്ന് ഒരു പെയർ ഓഫ് ഇലക്ട്രോണ് റിലീസ് ചെയ്യും. ഈ പെയർ ഓഫ് ഇലക്ട്രോണെ ആരക്സെപ്റ്റ് ചെയ്യും? PEA അഥവാ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ വന്ന് അക്സെപ്റ്റ് ചെയ്യും. ഈ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഈ പെയർ ഓഫ് ഇലക്ട്രോണ് മറ്റ് 4 കാരിയേഴ്സിലൂടെ കടന്നു പോകും. ഈ കാരിയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫെറിഡോക്സിനാണ്, 2 PQ അഥവാ പ്ലാസ്റ്റോക്വിനോൺ ആണ്, അടുത്തത് CY അഥവാ സൈറ്റോക്രോം കോംപ്ലക്സ് ആണ്, അടുത്തത് എന്താണ്? PC ആണ്. ഓക്കെ, ഇത്രയുമാണ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഫെറിഡോക്സിൻ, പ്ലാസ്റ്റോക്വിനോൺ,
സൈറ്റോക്രോം കോംപ്ലക്സ് ആൻഡ് PC. ഞാൻ ഇവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഞാനിവിടെ ഒന്നുകൂടി എഴുതി തരാം. സോറി FD എന്ന് പറയുന്നത് എന്താണ്? ഫെറിഡോക്സിനാണ്. PQ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്റ്റോക്വിനോൺ ആണ്. ദെൻ CY എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോക്രോം ആണ്. ദെൻ PC എന്താണ്? പ്ലാസ്റ്റോസയാനിനാണ്. നമ്മളെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? ആദ്യം നമ്മൾ PQ CY PC പറഞ്ഞു, പിന്നെയാണ് എന്ത് പറഞ്ഞത്? FD പറഞ്ഞത്. പക്ഷെ ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ആദ്യം FD വരും, അതിനുശേഷമാണ് ബാക്കിയുള്ള 3 കോംപ്ലക്സ് വരിക. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഈ അറേഞ്ച്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? ഇവിടെ നമുക്കൊരു ഇൻ്റർ കണക്ഷൻ കാണാം. ഇതിലൂടെ എല്ലാം എന്ത് കടന്നു പോകും? പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കടന്നു പോകും. ഓക്കെ, എന്നാൽ ഫെറിഡോക്സിനിലൂടെ പെയർ ഓഫ് ഇലക്ട്രോൺ കടന്നു പോകുമ്പോൾ ഈ സമയത്ത് ADP അഥവാ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി കമ്പൈൻ ചെയ്തിട്ട് ATP അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഫോം ചെയ്യും. അതുപോലെ ഈ പെയർ ഓഫ് ഇലക്ട്രോണ് സൈറ്റോക്രോമിലൂടെ കടന്നു പോകുന്ന സമയത്തും ADP ആരുമായി കമ്പൈൻ ചെയ്യും? ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി കമ്പൈൻ ചെയ്തിട്ട് ATP ഫോം ചെയ്യും. അതായത് ഇവിടെ 2 സൈറ്റിൽ ATP ഫോം ചെയ്തു. ഈ 4 ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. ഫെറിഡോക്സിൻ എന്ന് പറയുന്ന ഇലക്ട്രോൺ കാരിയറിലൂടെ കടന്നു പോയപ്പോഴും ATP ഫോം ചെയ്തു. അതുപോലെ സൈറ്റോക്രോം എന്ന് പറയുന്ന ഇലക്ട്രോൺ കാരിയറിലൂടെ കടന്നു പോയപ്പോഴും എന്ത് ചെയ്തു? ATP ഫോം ചെയ്തു. അതിനുശേഷം ഈ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? തിരിച്ച് ഫോട്ടോസിസ്റ്റത്തിലോട്ട് തന്നെ കടന്നു വരും. അതായത് ഇവിടെ ഇലക്ട്രോൺസ് സർക്കുലേറ്റ് ചെയ്യുകയാണ്. ഇലക്ട്രോൺസ് പുറത്തോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് ഇലക്ട്രോൺ സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ അത് പുറത്തോട്ടാണ് ഇലക്ട്രോൺസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലർലി സപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് നമ്മൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യും, ആ സ്പ്ലിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണ് സപ്ലൈ ചെയ്യുന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ ഞാൻ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നമുക്ക് Z സ്കീം എന്നുകൂടിയും വിളിക്കാം. ഓക്കെ, Z സ്കീം എന്ന് വിളിക്കാം. ഇത് ആരെ വിളിക്കുക? സൈക്ലിക്കിനെ അല്ല, നോൺ സൈക്ലിക്കിനെയാണ്. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നമുക്ക് എന്തുകൂടി വിളിക്കാം? Z സ്കീം എന്ന് വിളിക്കാം. ഓക്കെ, ഞാൻ മറന്നുപോയതാ, സോറി. ഇനി ഇത്രയേ ഉള്ളൂ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൈക്ലിക്കും നോൺ സൈക്ലിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾക്ക് രണ്ടും മുഴുവനായിട്ട് വാച്ച് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കും ഈസിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യം നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എടുത്തു. അടുത്തത് ഞാൻ സൈക്ലിക് എഴുതുക. ഓക്കെ, ഇത് സൈക്ലിക് ആണ്. സൈക്ലിക്. ഓക്കെ, നോൺ സൈക്ലിക്കിൽ എന്തൊക്കെ ഫോം ചെയ്തു? ATPയും NADPH2 ഫോം ചെയ്തു, ശരിയല്ലേ? എന്നാൽ സൈക്ലിക്കിൽ എന്ത് ഫോം ചെയ്തിട്ടുള്ളൂ? ഇവിടെ ATP മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. സോ ഓൺലി ATP ഫോംഡ്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നമ്മൾ PS1ഉം അതുപോലെ PS2ഉം ഉപയോഗിച്ചു. എന്നാൽ സൈക്ലിക്കിൽ വന്നപ്പോൾ എന്ത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ? PS1 മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇതൊക്കെയാണ് മെയിൻ ഡിഫറൻസ്. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ്റെ സമയത്ത് സൈക്ലിക് ആണ്. PS1, this PS1 is on stroma lamella. Here PS1 is on stroma lamella. സ്ട്രോമ ലാമെല്ലയിലായിരിക്കും PS1. അതും ഓർത്തിരിക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയുമാണ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, കാരണം നമുക്ക് ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്.
അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾ കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.